എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ചാലക്കുടി നഗരസഭ വാർഡുകളിലെ വെടിക്കെട്ട് വാർഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് 19-ാം വാർഡാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിനുച്ചേട്ടൻ്റെ വാർഡ് വലിയൊരു ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. 19-ാം വാർഡിലെയും സമീപ പ്രദേശങ്ങളിലെ എല്ലാം ആളുകൾ വലിയ ആഘോഷത്തിമർപ്പിലേക്ക് മാറുന്ന 2 ദിനങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ഒന്ന് ഒക്ടോബർ 1, ഒക്ടോബർ 2, 2 ദിവസങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം പൊന്നോണ മധുരം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഇവിടുത്തെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഹൃദയത്തിലേറ്റിയ ദിവസങ്ങളായിരുന്നു. സന്തോഷിക്കാനും ഒരു വാർഡിലെ വികസന പദ്ധതികളേക്കാൾ ഉപരി സന്തോഷിക്കാനും കൂട്ടായ്മയ്ക്കും ഒരുമയ്ക്കും വേണ്ടിയിട്ടുള്ള ദിവസങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഈ വാർഡിലേക്കാണ് വിനുച്ചേട്ടൻ പൊന്നോണ മധുരമായി എത്തിയത്. ഇതിനൊരു ചരിത്രമുണ്ട്. കലാഭവൻ മണിച്ചേട്ടനാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയും പരിപാടിയും തുടങ്ങി വെച്ചത്. മണിച്ചേട്ടന് ശേഷം പിന്നീട് ഈ പരിപാടികൾ കുറച്ച് നാൾ നിന്നുപോയി. പക്ഷേ കൗൺസിലർ വിനുച്ചേട്ടൻ്റെ ഒരു ഇടപെടലോടുകൂടി സംഘാടനത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. വലിയ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 2 ദിനങ്ങളിലായിട്ട് നടക്കുന്ന ആഘോഷങ്ങളിൽ ഒന്ന് ഇവിടുത്തെ പ്രദേശത്തെ തട്ടകത്തെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും പരിപാടികൾ, അതോടൊപ്പം തന്നെ 2-ാം ദിവസം പ്രൊഫഷണലുകൾ നിരക്കുന്ന പരിപാടികൾ, ഗുമസ്തൻ സിനിമയിലെ സിനി ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ഫുട്ബോളറായിട്ടുള്ള IM വിജയേട്ടൻ, അതുപോലെ തന്നെ സിനിമാ നടൻ ജെയ്സ് ഉൾപ്പെടെയുള്ള വലിയ നടന്മാരും കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ എത്തിച്ചേരുന്ന ഈ വേദി ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികളെക്കുറിച്ച് നമുക്ക് സംഘാടകരോട് ചോദിച്ചറിയാം. ചാലക്കുടി നഗരസഭയിലെ 19-ാം വാർഡ് മാത്രമല്ല, ഈ പ്രദേശ സമീപവാസികളെല്ലാവരും കൂടി ചേർന്ന് ഉള്ളൊരു ആഘോഷമാണ്. ഓണാഘോഷം ഞങ്ങളൊരു പൊന്നോണ മധുരമാക്കി മാറ്റുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരും പ്രിയ സുഹൃത്തെ കലാഭവമണിയുള്ള കാലഘട്ടത്തിൽ എല്ലാ വർഷവും ഈ 2 പ്രോഗ്രാമെങ്കിലും മണിയുടെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. അത് മണി നമുക്ക് ഓർമ്മകളായതിനു ശേഷം അത് നമുക്ക് തുടർന്ന് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു ഓർമ്മയുടെ പാതയിലാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രീതിയിൽ നടത്തി. മഴയൊക്കെ വന്നെങ്കിലും മഴ അന്നത്തെ ദിവസം മാറി നിന്നുകൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചു. ഈ പ്രാവശ്യം നമ്മൾ 2 ദിവസമായിട്ടാണ് നടത്തുന്നത്. ആദ്യത്തെ ദിവസം ഈ പ്രദേശത്തെ ആളുകൾ പ്രാക്ടീസ് ചെയ്ത കലാപരിപാടികളും 1-ാം തീയതി, ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതി, അതായത് നാളെ, ഈ സമീപ പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും ഉള്ള പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞാൽ ഹാപ്പി ബൈജുൻ്റെ ഒരു പ്രോഗ്രാം 7 മണിക്ക് ശേഷമുണ്ടാവും. ഒരു 10 മണി വരെ അത് ആയിരിക്കും. 2-ാം തീയതി ഒക്ടോബർ 2 മറ്റന്നാ ജിൻഡോ കലാഭവൻ്റെ, അതായത് മണിയുടെ ട്രൂപ്പ് ആയിരുന്ന ജിൻഡോ കലാഭവൻ്റെ മെഗാ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. മണിയുള്ളപ്പോൾ ഒരു 10-15 കൊല്ലം മുന്നേ ഇതേ സെയിം ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ പുതിയൊരു ട്രൂപ്പായിട്ട് വന്നിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു ജാനകി വല്യമ്മ ഉണ്ടായിരുന്നു. ആ വല്യമ്മ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫണ്ട് നമ്മുടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ 50,000 രൂപയോളം ആ ഫണ്ട് നമ്മൾ ഇവിടുത്തെ അനുഗ്രഹ സദൻ അവരെ ഏൽപ്പിക്കുകയാണ്. ഈ ചടങ്ങിലൂടെ അത് നമ്മൾ നടത്തും. വിശിഷ്ടാതിഥികളായിട്ട് എത്തിച്ചേരുന്നത് 1-ാം തീയതി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ RLB രാമകൃഷ്ണനാണ്. 2-ാം തീയതി വിശിഷ്ടാതിഥികളായിട്ട് എത്തുന്നത് നമ്മുടെ നഗരസഭ ചെയർമാൻ, അതുപോലെ നമ്മുടെ പള്ളിയിലെ വികാരിച്ചൻ ഫാദർ വർഗീസ് പാത്താടൻ, അതുപോലെ ഗുമസ്തൻ എന്ന സിനിമയിലൂടെ നിരവധി സിനിമ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഗുമസ്തനിലെ നായകനായ എൻ്റെ പ്രിയ സുഹൃത്തുമായ ജെയ്സ് ജോസ്, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളറായ IM വിജയൻ. ഗുമസ്തൻ സിനിമയിലെ മുഴുവൻ സിനിമയിലെ പ്രവർത്തകർ അന്നത്തെ ദിവസം നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളെ കാണാനും നേരിട്ട് കാണാനും അവരുടെ സിനിമയെക്കുറിച്ച് പറയാനുമുള്ള കാര്യങ്ങൾ എത്തും. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ഒരുപാട് സുമനസ്സുകൾ നമ്മൾ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരെയും, ഈ പ്രദേശത്തെ എല്ലാവരെയും, ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റിയും പുറത്തുള്ള എല്ലാവരെയും, ഈ മണ്ഡലത്തിലുള്ള എല്ലാവരെയും ഈ ആഘോഷവേളയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ 19-ാം വാർഡ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കണ്ടിട്ടുള്ളതും നടത്തിയിട്ടുള്ളവരുമാണ്. ഇതിന് പ്രത്യേകത തന്നെ നാനാജാതി മതസ്ഥർ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണിത്. മറ്റ് ഏത് വാർഡിനെ വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ നാനാജാതി മതസ്ഥർ ഉൾക്കൊള്ളുന്ന ഇതാണ്. പിന്നെ ഈ വാർഡിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത, പള്ളി ഈ വാർഡിലാണ്, പോലീസ് സ്റ്റേഷൻ ഈ വാർഡിലാണ്, മാർക്കറ്റ് ഈ വാർഡിലാണ്. അതായത് എല്ലാം തകഞ്ഞു നിൽക്കുന്ന ഒരു വാർഡാണ് 19-ാം വാർഡ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു തരത്തിലുള്ള പുതുമ ഞങ്ങൾ ഒരുക്കുന്നത്. അതിന് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യത്തിനും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ചങ്കുറ്റം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തിൽ ദേവനാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം ഒരു 9 സിനിമ നടന്മാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത്. അതും സിനിമ, സീരിയൽ, കോമഡി സ്റ്റാറേഴ്സിനാണ് മൊത്തം പ്രോഗ്രാം നടത്തുന്നത്. ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു വെടിക്കെട്ട് പാടമാണ്. അപ്പോൾ ഈ വെടിക്കെട്ട് പാടത്ത് ഒരു വെടിക്കെട്ട് തന്നെയാണ്
നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെയും ഈ ചാലക്കുടിയിലെ മുഴുവൻ ജനങ്ങളും എത്തിച്ചേരണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്.